നമസ്കാരം. ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ഞാൻ വായിച്ച ഒരു പുസ്തകത്തെ കുറിച്ചാണ്. മലയാള സാഹിത്യത്തിന്റെ ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പ്രശസ്തമായ ഒരു നോവലാണ് ബാല്യകാലസഖി. 1994 ഈ നോവൽ ആദ്യമായി പുറത്തിറക്കുന്നത്. അയൽക്കാരായ മജീദിന്റെയും സുഹറായുടെയും കഥയാണിത്. കഥാനായകനായ മജീദും നായിക സുഹറായും കണ്ടുമുട്ടുന്നത് അവർക്ക് 9ഉം 7ഉം വയസ്സുള്ളപ്പോഴായിരുന്നു. അവർ പരിചിതരാകുന്നതിന് മുൻപേ എന്തോ ഒന്ന് അവരെ ബന്ധശത്രുക്കളാക്കി മാറ്റിയിരുന്നു. പിന്നീട് അവരെ തമ്മിൽ അടുപ്പിച്ചതും ആ ഒരു സൗഹൃദം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സഹായിച്ചതും സുഹറായുടെ വീടിനടുത്തുള്ള കൈമാവിലെ പഴുത്ത മധുരമോഹന മാമ്പഴങ്ങളായിരുന്നു. അങ്ങനെ അവർ രണ്ടുപേരും വളർന്നതും അവർ തമ്മിലുള്ള ആ ഒരു ബന്ധവും വളർന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ ഇരിക്കെ സ്വേച്ഛാധിപതിയായ തന്റെ ബാപ്പയുമായി ഉണ്ടായ ഒരു രസലിൽ അഭിമാനിയായ മജീദ് നാടും വീടും വിടുന്നു. തന്റെ പ്രിയപ്പെട്ട സുഹറായുടെ ഒരു യാത്ര പോലും പറയാതെ. കുറേയധികം വർഷങ്ങൾക്ക് ശേഷം മജീദ് തിരിച്ചു നാട്ടിലെത്തുന്നു. പക്ഷെ അവിടുത്തെ സ്ഥിതിയെല്ലാം ആകപ്പാടെ മാറിയിരുന്നു. തന്റെ പ്രിയപ്പെട്ട സുഹറായെ തനിക്ക് നഷ്ടപ്പെട്ടു എന്നുള്ള സത്യം അവൻ വേദനാജനകമായി തിരിച്ചറിയുന്നു. അങ്ങനെ തന്റെ സുഹറായെ വീണ്ടും സ്വന്തമാക്കാനായി ആവശ്യമുള്ള പണവും നേടി മജീദ് വീണ്ടും നാടുവിടുന്നു. അങ്ങനെയിരിക്കെ മജീദ് തന്റെ വീട് ചതിക്കുകയാണ് ഉണ്ടായത്, ഒരു സൈക്കിൾ ആക്സിഡന്റിന്റെ രൂപത്തിൽ. അങ്ങനെ മജീദ് തിരിച്ചറിയുന്നു തന്റെ മാനസികയായ സുഹറ ചുംബിച്ചു വലത്തെ കാലിന്റെ ഒരു ഭാഗം തനിക്ക് നഷ്ടപ്പെട്ടു എന്ന സത്യം. ഈ ഒരു നോവലിൽ ബഷീർ ഉൾപ്പെടുത്തിയിരിക്കുന്നത് തന്റെ ജീവിതത്തിന്റെ ഒരു ഏടാണ്. പക്ഷെ അതിന്റെ പത്തിൽ രക്തം പൊടിഞ്ഞിട്ടുണ്ട് എന്ന് മാത്രം.